കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ യുവജനോത്സവത്തിൽ 226 പോയിന്റുമായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് കപ്പിൽ മുത്തമിട്ടു. കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ് 119 പോയിന്റുമായി രണ്ടാമതും ശ്രീ സ്വാതി തിരുനാൾ കോളേജ് 98 പോയിന്റുമായി മൂന്നാമതും എത്തി. സ്വപ്നങ്ങൾ നേടാനായി ആത്മാർത്ഥമായി പിന്തുടർന്നുകൊണ്ടിരുന്നാൽ ജീവിതം ചില സർപ്രൈസുകൾ തരുമെന്ന സിനിമാ താരം ബേസിൽ ജോസഫ് സമ്മാനദാനം നിർവഹിച്ചു പറഞ്ഞു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ട്രാൻസ്ജെൻഡർ ടി അധീന 32 പോയിന്റുമായി കലാരത്ന കിരീടം ചൂടി. മാർ ഇവാനിയസിലെ എം നന്ദകിഷോർ 24 പോയിന്റുമായി കലാപ്രതിഭയും, കൊല്ലം SN കോളേജിലെ ആർ ഭാഗ്യ കലാതിലകവുമായി. രക്തസാക്ഷികൾ സാക്ഷി എന്ന ബാനർ ഉയർത്തിയ ശേഷമാണ് ഓവറോൾ വിജയികൾക്കുള്ള ട്രോഫി ഏറ്റുവാങ്ങിയത്. സ്വപ്നങ്ങൾ നേടാനായി ആത്മാർത്ഥമായി പിന്തുടർന്നുകൊണ്ടിരുന്നാൽ ജീവിതം ചില സർപ്രൈസുകൾ തരുമെന്ന് സിനിമാ താരം ബേസിൽ ജോസഫ് സമ്മാനദാനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. ജയിച്ചാലും ഇല്ലെങ്കിൽ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക, വലിയ സ്വപ്നങ്ങൾ കാണുക, വലിയ സ്വപ്നങ്ങൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കുക. ആത്മാർത്ഥമായിട്ട് സ്വപ്നങ്ങൾ നിങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പിന്തുടർന്നുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ജീവിതം നിങ്ങൾക്ക് ഒരുപാട് നല്ല സർപ്രൈസുകൾ തരും. അത് നല്ലതും ചീത്തയാവാം. അത്തരത്തിലുള്ള നല്ല ഒരുപാട് സർപ്രൈസുകൾ നിങ്ങൾക്കുണ്ടാവട്ടെ. പ്രതികൂല കാലാവസ്ഥയിലും സംഘാടക മികവുമായി മികച്ച രീതിയിൽ കലോത്സവം സംഘടിപ്പിച്ച സംഘാടകർക്ക് കയ്യടികൾ നൽകിയാണ് മത്സരാർത്ഥികളും കാണികളും വേദി വിട്ടത്. സമയബന്ധിതമായ മത്സരങ്ങൾ നടത്തി തീർക്കുവാൻ സാധിച്ചതും പരാതികൾക്കോ വിവാദങ്ങൾക്കോ ഇട നൽകാതെ മത്സരഫലങ്ങൾ പ്രഖ്യാപിച്ചതും കൊല്ലം കലോത്സവത്തിന് ആസ്വാദനത്തിന്റെ മികച്ച അനുഭവം പകർന്നു. സമാപന സമ്മേളനം സംഘാടക സമിതി ചെയർമാനായ എം നൌഷാദ് MLA ഉദ്ഘാടനം ചെയ്തു. യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ അശ്വിൻ അധ്യക്ഷനായിരുന്നു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.